കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ CPM-ന് BJP-യുമായി ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDF-ന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJP-യിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPM-ഉം EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPM-ന് BJP-യുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതുകൊണ്ടാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള EP ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി അന്ന് തള്ളി പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം, ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJP-യുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത്? EP ജയരാജൻ എന്തിനാ കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാണെന്നാ പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളൊന്നും വീട്ടിൽ കയറിയില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുകയത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം? ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ CPM-നും CPM നേതാക്കൾക്കും BJP-യുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ അൻവറിന്റെ ഒരു ടെലിഫോൺ സംഭാഷണം, പ്രത്യേകിച്ച് മുൻ SP-യുമായിട്ട്, അതിൽ ഈ ADGP അജിത് കുമാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ളൊരു അത് ഭൂഷണമാണോ, അത്തരത്തിലുള്ളൊരു വിപുലമായ അന്വേഷണത്തിന്റെ സാധ്യതയല്ലേ തുറന്നിരുന്നത്? ഭരണകക്ഷി MLA-യും പത്തനംതിട്ട SP-യും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുതപ്പ് ഇടുന്ന, ഈ പുതപ്പിട്ടിറങ്ങിയായിരിക്കും, തലയിൽ മുണ്ടിട്ടിറങ്ങാന്നാണ് അത് വ്യക്തികളിലാണ് പറയാറുള്ളത്. ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അധപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല, ഒരു ഉപജാപക സംഘം. ആ ഉപജാപക സംഘം എന്ന് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശരിവെച്ചില്ലേ? ഇപ്പോൾ ശരിവെച്ചില്ലേ? കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നാണ് ഒരു SP പറയുന്നത്. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഒരു SP ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷി MLA അത് ശരിവെക്കുകയാണ്. അയാൾ അഴിമതിക്കാരനാണ് എന്ന് ശരിവെക്കുകയാണ്. മാത്രമല്ല, പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയതിന്റെ പേരിൽ കേസെടുത്ത ഒരു ഓൺലൈൻകാരനെ രക്ഷിക്കാൻ 2 കോടി രൂപ ADGP വാങ്ങിച്ചു. അയാൾ പൂനെയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP ഒറ്റിക്കൊടുത്തു. ഡൽഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പോലീസിന് മുൻകൂട്ടി വിവരം, ഇയാൾക്ക് ഈ പ്രതിക്ക് മുൻകൂട്ടി വിവരം ചോർത്തിക്കൊടുത്തു. ആരെക്കുറിച്ചാണ് ആരോപണം? ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ കുറിച്ച്. ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? SP. അത് ശരിവെക്കുന്നത്, അത് ശരിയാണ് എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ അളിയന്മാര് ആണ് പണപ്പിരിവ് നടത്തുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ഈ റേഞ്ച് മുഴുവനുള്ള SP-മാരെ കുറിച്ച് മറ്റൊരു SP വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ പറ്റി
തന്റെ സഹപ്രവർത്തകരായ മറ്റ് ജില്ലകളിലെ SP-മാരെ പറ്റി ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയാണ്. വളരെ സത്യസന്ധനായ മലപ്പുറം SP-യെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത, പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന, CPM നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂത്തിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു.